Good evening. Good evening, sir. Good evening, sir. Good evening, sir. Good evening, sir. Good evening. Silent prayer. Okay, so നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക് about functional groups. Functional groupsന്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പിന്റെ നെയിമിംഗ് ആൻഡ് നോമൻക്ലേച്ചർ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Sharon. Name this compound. Name this. Propan-2-ol. Propan-2-ol. ശരിയാണത്? ബാക്കിയുള്ളവർ ശരിയാണത്? ഇർഫാൻ, ഇത് ശരിയാണോ ഇർഫാനെ? ഇർഫാൻ അനസ്. ശരിയാണ്. ഇഷാനെ, മുഹമ്മദ് ഇഷാൻ, ശരിയാണോ അത്? ശരിയാണെന്നാണോ പറയുന്നത്? മുഹമ്മദ് റൈഹാൻ. Name this. Sir. No. Propane. Propane. 1 oil. 1 oil. ഇതാണോ? ആണോ? അബ്ദുൽ കരീം പറഞ്ഞത് ശരിയാണോ? അല്ല സാർ. എന്നൊന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു. ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ് ശരിയാണോ അമ്ന? ബ്യൂട്ടനോയിക് ആസിഡ് ആണോ? ശരിയാ സർ. ശരിയാണ്. വേറൊരു കോമ്പൗണ്ട്. ഹയ. പറയണോ? Serenity. 2,3,4 trimethyl pentane. Trimethyl pentane. ഷുഹൈബെ ശരിയാണോ അത്? ആണോ? അച്യുത് ശരിയാണോ സർ? അതെ. വേറൊരു കേസ് നോക്കാം. Name this. Rufaida.
പറഞ്ഞോ. ഈത്ത് ഒരു പ്രശ്നം പറഞ്ഞു. ഈത്ത് ഈത്ത് വൺ ഓൾ അങ്ങനെയാണോ? ക്ലിയർ അല്ല, ഒരു പ്രാവശ്യം പറഞ്ഞു. ആ ഈത്താൻ വൺ ഓൾ. ഈത്താൻ വൺ ഓൾ. അൽഫിയ സിദ്ദീഖ് ശരിയാണോ അത്? അതെ. അബ്ദുൽ അസീസ് ശരിയാണോ അത്? അതെ. ഓക്കെ. ഈത്താൻ വൺ ഓൾ കേട്ടോ. 2 കാർബൺ ആറ്റംസ് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ OHന് ഷോർട്ടസ്റ്റ് നമ്പർ കൊടുക്കും, ലോസ്റ്റ് നമ്പർ കൊടുക്കും. ഷോർട്ടസ്റ്റ് അല്ല, ലോസ്റ്റ് നമ്പർ കൊടുക്കും. സോ 1 2 ഇങ്ങനെ ആയിരിക്കും നമ്പർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ആ കിട്ടുന്നത്. OH വന്ന കാർബൺ ആറ്റം 2 ആ കിട്ടുന്നത്. നമ്മൾ ഈ നമ്പറിങ് എടുക്കും. 1 ആണ് ബ്രാഞ്ച് വന്ന കാർബൺ ആറ്റം. ഈത്താൻ 2 കാർബൺ ആറ്റംസ്, ഈത്താൻ 1 ഓൾ. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇർഫാൻ ഷംസുദ്ദീൻ. Sir. What is a functional group? What is a functional group? Halim. പറഞ്ഞോ. അറിയില്ല സാർ. അറിയില്ല. Amin Shadi. So the presence of a certain atoms. പറഞ്ഞോ. The presence of a certain atoms. Certain atom. Or import certain characteristics. നോക്കി പറയല്ലേ. നോക്കി പറഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ. Or import different characteristics in form. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലായിട്ടെന്ന് അർത്ഥം. അങ്ങനെ പറയാ. സ്കൂളിൽ പരീക്ഷയ്ക്ക് പഠിച്ച. അതല്ല, സ്കൂളിൽ പരീക്ഷയ്ക്ക് ഇപ്പൊ നോക്കിയാലോ പഠിക്കുന്ന. സ്കൂളിൽ പരീക്ഷ നാളെ ആയിരിക്കും അല്ലേ? ഞങ്ങൾക്ക് ഇന്നായിരിക്കും പഠിക്കുന്നത് അല്ലേ? അല്ല, നേരത്തെ പഠിച്ചെങ്കിൽ ഇപ്പൊ പറയേണ്ടത് താമസം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. മുഹമ്മദ് അമാൻ പറഞ്ഞോ. അമാൻ. The presence of certain atoms and characteristics. ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ എന്ന് പറഞ്ഞു മനസ്സിലായോ നോക്കണ്ടേ? ഇംഗ്ലീഷിൽ പിന്നെയായാലും പഠിച്ചെടുക്കാം. എന്താണ് ഫങ്ഷൻ ഗ്രൂപ്പ്? ചില ആറ്റംസ് ചില ആറ്റംസിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് സെയിം അല്ല കേട്ടോ. അഫിയ. The presence of certain atoms or group imparts certain characteristics, properties to organic compounds. ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ, എന്താ ഉദ്ദേശിക്കുന്നത്? അത് ചില ആറ്റംസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗ്രൂപ്പിന്റെ ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ട് ഒരേപോലെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ OH എന്ന് പറഞ്ഞ ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? നിങ്ങൾ എന്ത് പറയും? OH എന്ന ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണ്? അല്ലെങ്കിൽ OH എന്ന ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണ്? എന്ത് മാറ്റമാണ് ഇതിൽ വരുത്തുന്നത്? എന്താ പറയണത് അതില്? ഒന്നും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചുമ്മാ ഒരു ഡെഫിനേഷൻ ഇങ്ങനെ കാണാണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല. കുറച്ച് മറന്നു.
ഇതുപോലെ എത്ര ഡെഫിനേഷൻ പഠിച്ചിട്ട് വേണം എക്സാമിന് കയറാൻ? ഈ ഡെഫിനേഷൻ മറന്നു നിർബന്ധമായിട്ട് മറന്നു പോയിരിക്കും. അശ്വതേ പറഞ്ഞു കൊടുത്തേ. സാർ അതൊരു ആൽക്കഹോൾ അല്ലേ? അല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുത്തേ. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? എന്താണ് OH? എന്താണ് COOH? എന്താണ് ഇനി പഠിക്കാൻ പോണ ROR-? എന്താണ് CL? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാർ അത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ ആർക്കും മനസ്സിലായില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും എത്ര സമയം എടുത്ത് പറഞ്ഞാണ്? ഗൗരി പറഞ്ഞു കൊടുത്തേ. ശ്രദ്ധിച്ച് കേട്ടോട്ടെ എല്ലാവരും, പറഞ്ഞോ. CH3ക്കും 4 വാലൻസിയിലുള്ള, അപ്പൊ അതിനകത്ത് ഒരെണ്ണത്തില് പുതിയ വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കയറി വരുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. അതിനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു ആറ്റം ആയിരിക്കും, ഒന്നല്ലെങ്കിൽ ഒരു ക്ലോറിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോറിൻ ആയിരിക്കും, അല്ലെങ്കിൽ അയഡിൻ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കും ഒരു ആറ്റം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ്. 2 ആറ്റം കൂടിയ ഒരു ഗ്രൂപ്പാണത്, അല്ലെ? ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. എന്നാൽ നമ്മൾ ഇനി കുറച്ച് നേരത്തെ പഠിച്ച COOH, അതൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആണ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഓർഗാനിക് കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടീസ് മാറും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്, ഈ പറഞ്ഞ ഫങ്ഷൻ ഗ്രൂപ്പ്സ് ഓർഗാനിക് കോമ്പൗണ്ടിൽ ചില പ്രോപ്പർട്ടീസ് ഇമ്പാർട്ട് ചെയ്യും, ചില പ്രോപ്പർട്ടീസ് കൊണ്ടുവരും, അതില്ലാത്ത പ്രോപ്പർട്ടീസ് കൊണ്ടുവരും. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ പ്രോപ്പർട്ടീസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഫങ്ഷൻ ഗ്രൂപ്പ്. OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. OH വന്നു കഴിയുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി മാറും, വേറെ പ്രോപ്പർട്ടി ആയിട്ട്. അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതാണ് അവിടെ പറയണത്. നിങ്ങളുടെ ഡെഫിനേഷൻ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ an atom or a group of atom, ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഇമ്പാർട്ട് എന്ന് വെച്ചാൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അതിൽ വരുത്തിക്കും. ഇമ്പാർട്ട് certain characteristic property to organic compound. ഓർഗാനിക് കോമ്പൗണ്ടിൽ ചില പ്രോപ്പർട്ടീസ് കൊണ്ടുവരും ഈ പറഞ്ഞ ആൾക്കാർ. ഇവരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് CH3 ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? CH3 ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? അത് yes or no? ആണോ ഫസ്ന? CH3 ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ? Sir, no. അല്ല, CH3 ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. CH3 ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഒന്നും വരില്ല അതിന്. നേരത്തെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്താ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്? പറഞ്ഞു തന്നിരുന്നോ? ആസിഡ്സിന്റെ കേസൊക്കെ പറഞ്ഞിരുന്നില്ല, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്. എന്ന് പറഞ്ഞാൽ പുതിയൊരു പ്രോപ്പർട്ടി കൊണ്ടുവരുവാണ്. ആസിഡിന്റെ ഒരു പ്രോപ്പർട്ടി അതിന് കൊണ്ടുവരുവാണ്. നിങ്ങൾ വിനെഗർ എന്തിനാ യൂസ് ചെയ്യണത്? അതിന്റെ അസിഡിക് പവർ ഉള്ളതുകൊണ്ട് വിനെഗർ യൂസ് ചെയ്യണത്. അസിഡിക് പവർ നമുക്ക് അധികം ഹാർംഫുൾ അല്ലാത്തൊരു അസിഡിക് പവർ ഉള്ളതാണ് വിനെഗർ അല്ലെങ്കിൽ അസിറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ് കിച്ചണിൽ യൂസ് ചെയ്യണത് വിനെഗർ ആയിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആൽക്കഹോള്, ഈ എത്തനോൾ എന്ന് പറഞ്ഞ ആൽക്കഹോള് കൺസ്യൂമബിൾ ആക്കണത്, കുടിക്കണത് എന്തുകൊണ്ടാണ്? അതിന് ഗുണമൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് അതിന് ഒരു ഹാലൂസിനേഷൻ കിട്ടുന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ പ്രോപ്പർട്ടീസ് ആണ്. അതൊക്കെ പ്രോപ്പർട്ടീസ് ഓരോ ആൾക്കാർക്ക് ഓരോ പ്രോപ്പർട്ടീസ് വരും. 2 കാർബണുള്ള ഈത്തൈൻ ആ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. 2 കാർബണുള്ള സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് വരെ ഈത്തൈൻ എന്നല്ലേ? ഈത്തൈൻ ആ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. പക്ഷെ എത്തനോളിന് വേറെ പ്രോപ്പർട്ടി ഉണ്ടാവും. ആ പ്രോപ്പർട്ടി വരാനുള്ള റീസൺ ആരാണ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആറ്റങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് ആറ്റങ്ങൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ ചില പ്രോപ്പർട്ടീസ് ഇമ്പാർട്ട് ചെയ്യും. അവർ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഇമ്പാർട്ട് ചെയ്യും. പല പ്രോപ്പർട്ടീസ് ആയിരിക്കാം. ഒന്ന് എഴുതിയിട്ടേതൊന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചതൊന്ന്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? കുറെ ഡെഫിനേഷൻ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ, മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ ചോദിക്കായിരുന്നു. ഞാൻ ഇന്നലെ പലതവണ പറഞ്ഞു അത് ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന്. ഞാൻ 2-3 തവണ പറഞ്ഞു. എന്നിട്ടും മനസ്സിലാകാത്തവർക്ക് ചോദിക്കായിരുന്നു ഇന്നലെ തന്നെ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ അത്. പെട്ടെന്ന് എഴുതി വെച്ചേ.
അടുത്ത് പറഞ്ഞോട്ടെ. നമ്മൾ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നോക്കി. ഒന്ന് ആൽക്കഹോൾസ്, അവരെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്, OH വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ഗ്രൂപ്പ് ഡിനോട്ടഡ് ബൈ COOH. COOH ആണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. അതിന് നോമൻക്ലേച്ചർ പഠിച്ചു. അതിന് നോമൻക്ലേച്ചർ ഒറ്റ കാര്യം നോക്കിയാൽ എത്ര കാർബൺ എന്ന് നോക്കണം, അതിന്റെ വേർഡ് റൂട്ട് എഴുതണം, പ്ലസ് ഓയിക് ആസിഡ് വേർഡ് റൂട്ടും, പിന്നെ AN എഴുതിയിട്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE എഴുതും, അത് E മൈനസ് ചെയ്തിട്ട് പ്ലസ് ഓയിക് ആസിഡ്. അനീമിക്കിൽ അത് മാത്രമേ നോക്കാനുള്ളൂ. മെയിൻ ചെയിലിൽ അതിനെ ഉൾപ്പെടുത്തുന്നൊക്കെ പറഞ്ഞത് അതിന്റെ ഹയർ ആയിട്ടുള്ള കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാലാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഇതിന്റെ നെയിം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ഒരു മിനിറ്റ് കേട്ടോ, സംശയം ക്ലിയർ ചെയ്തായ ഈ കോമ്പൗണ്ടിന്റെ നെയിം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. നിങ്ങൾക്ക് ഇല്ലാട്ടോ, ഇത് എക്സാമിനില്ല, ടോപ്പിക്കിലില്ല, ടെക്സ്റ്റ് ബുക്കിലില്ല. കണ്ടുപിടിക്കാൻ നോക്കിക്കേ. എന്നാലും നമ്മൾ 2 റൂൾസ് പറഞ്ഞു, ആ റൂൾസിന്റെ ബേസിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. അബിനെ പറഞ്ഞു. അബിൻ സാർ, ഈ COOH നമ്മൾ നമ്പർ ചെയ്യോ? COOH കാർബൺ ഉണ്ട് അതിൽ, അതുകൊണ്ട് അതിന് നമ്പർ ചെയ്യും, കാർബൺ ഉള്ളത് കൊണ്ട്. ഫസ്റ്റ് റൂൾ എഴുതി വെച്ചാൽ എന്താണ്? COOH മെയിൻ ചെയിലിൽ വേണം. മെയിൻ ചെയിലിൽ വേണമെന്ന് പറഞ്ഞാൽ അതിന് നമ്പർ ഉണ്ടാവും, എന്തായാലും ഒരു നമ്പർ വരും അതിന്. എന്റെ രണ്ടാമത്തെ റൂൾ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ 2 റൂൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. കഴിഞ്ഞോ? കിട്ടിയോ അച്യുതേ? ഇല്ല സാർ. എന്തുകൊണ്ട് കിട്ടാത്ത? വെറുതെ ഇരിക്കുവാണോ എന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട്? കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ. അബ്ദുൽ അസീസ് സർ, ബൂട്ടൈൻ 3 ഓയിക് ആസിഡ്. ബ്യൂട്ടാൻ വേണ്ട, ബ്യൂട്ടാൻ 3 ഓയിക് ആസിഡ്. 3 ഓയിക് ആസിഡ്. ശരിയാണോ അത്? ശരിയാണോ ഫസ്റ്റ് ഇത്? 3 methyl butanoic acid. 3 methyl butanoic acid. Butanoic acid. 2 യൂസ് ചെയ്തിട്ടുണ്ട്. 2 യൂസ് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കിയാൽ 2-3 months. പേര് വരുന്നത് 3 methyl butanoic acid. ഇങ്ങനെയാണ് പേര് വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് നോക്കാനാണല്ലോ. എന്തായാലും റൂളൊക്കെ പഠിച്ചതാണല്ലോ. 2 റൂൾസ് പഠിച്ചു. ഒന്നാമത്തെ റൂൾ എന്താണ്? COOH മെയിൻ ചെയിലിൽ വേണം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. മെയിൻ ചെയിന്റെ അകത്ത് COOH ഉണ്ടാവും. രണ്ടാമത്തെ റൂൾ എന്താണ്? നമ്പറിംഗ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം COOH. COOH നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ഇതിന് കൊടുത്തു 1, 2, 3, 4. ഓക്കെ, നമുക്കറിയാം COOH പേര് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? പ്ലസ് ഓയിക് ആസിഡ് ലാസ്റ്റ് എഴുതുന്നത്, സഫിക്സ് ആയിട്ട് എഴുതണം അല്ലെ? പിന്നെ നമുക്ക് വേറൊരു കേസും കൂടി അറിയാം. ഈ CH3 പേര് എവിടെയാ എഴുതുന്നത്? പ്രിഫിക്സ് ആണ് അല്ലെ, മുമ്പ് എഴുതുന്നത്. പല സ്ഥലത്ത് നമ്മൾ കണ്ടല്ലേ, മീതൈൽ ഈതൈൽ എന്നൊക്കെ കണ്ടില്ലേ, 2 methyl 2 ethyl. അപ്പൊ പ്രിഫിക്സ് ആയിട്ടാണ്, മുമ്പാണ് എഴുതുന്നത്. മുമ്പ് എഴുതാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം? പൊസിഷൻ നമ്പർ നോക്കണം. പൊസിഷൻ നമ്പർ എത്രയാ? 3 ആണ്. അപ്പൊ 3rd പൊസിഷനിൽ മീതൈൽ ബ്രാഞ്ച് ഉണ്ട്, 3 methyl. ഇനി ബാക്കി വേർഡ് റൂട്ട് 4 കാർബണാറ്റ് മെയിൻ ചെയിലിൽ, സിംഗിൾ ബോണ്ട്. ബ്യൂട്ടൈൻ എഴുതും, ANE എഴുതും, E മൈനസ് ഇയും COOH വന്നതുകൊണ്ട് പ്ലസ് ഓയിക് ആസിഡ്. 1 ഇടുന്നില്ല, 1 ആണ് വന്നത്, 1 ഇടുന്നില്ല ഇത്. അപ്പൊ 3 methyl butanoic acid എന്ന് പേര് വരും. പഠിക്കുന്ന കേട്ടോ ഇത്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രീനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അതിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയെങ്കിൽ.
വേറെ കോമ്പൗണ്ട്സ് ഒക്കെ താഴത്തിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിന്റെ നെയിമിംഗ്. സോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇതിലെ നെയിമിംഗ് നമുക്ക് ഇത്ര പഠിക്കാനുള്ളൂ. കാർബോക്സിലിക് ആസിഡ് ഇതില്ല കേട്ടോ, ഈ കേസ് ഇല്ല, നമുക്കില്ല. Then moving on to the next one. Next one ആണ് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിന് ഹാലോ എന്ന് പേര് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ പേര് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഗ്രൂപ്പ് 17 എലമെന്റ്സ്, പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ അമ്ന പറഞ്ഞോ. ഹാലജൻ എന്നാണ് കോമ്പൗണ്ട്, ആ ഒരു ഗ്രൂപ്പിന്റെ പേര് ഹാലജൻ. ഹാലജനിന്റെ ഹാലോയാണ് ഈ ഗ്രൂപ്പിന്റെ പേരിന് തുടക്കം വന്നത്. ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെയായിട്ട് വന്നത് ഹാലോ. ഈ ഗ്രൂപ്പ് 17 ആൾക്കാർ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഉള്ളത് ഫ്ലോറിൻ ആണ്. ബാക്കിൽ നോക്കിക്കൊന്ന് കോമ്പൗണ്ട്സ് 1 by 1 നോക്കിക്കേ. ഫ്ലോറിൻ ഉണ്ട്, പിന്നെ ആരാ? ക്ലോറിൻ ഉണ്ട്, പിന്നെയോ ബ്രോമിൻ ഉണ്ട്, ദെൻ അയഡിൻ ഉണ്ട്. ഈ 4 കോമ്പൗണ്ട്, ഈ 4 ആറ്റംസ് ആണ് ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് വരാൻ പോകുന്നത്. 4 ആറ്റംസ്. ഓക്കെ, ഇനി ഇവരുടെ പേര് എങ്ങനെ എഴുതാന്നും കൂടി പഠിക്കണം നമുക്ക്. നമ്മൾ CH3 ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീത്തൈൽ എന്നല്ല എഴുതുന്നത്. അതുപോലെ ഒരു CL ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, CL ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് എങ്ങനെ എഴുതണം എന്ന് പഠിക്കും. നോക്കാം. എഫ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. ഫ്ലൂറിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പോണ എങ്ങനെയാണെന്നറിയോ? ഫ്ലൂറോ എന്ന് എഴുതും. ഫ്ലൂറോ. ഇനി ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ, ക്ലോറിൻ എന്നാണ് അതിന്റെ പേര് വരുന്നത്. CLന്റെ പേര് ക്ലോറിൻ എന്നാണ്. ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ക്ലോറോ എന്ന് എഴുതും. സിമിലർലി ബ്രോമിൻ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതുമായിരിക്കും? ഒരു പാറ്റേൺ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്ത് എഴുതും? ബ്രോമോ എന്ന് എഴുതും. ബ്രോമോ എന്ന് എഴുതും. അയോഡിൻ വന്നു. അയോഡിൻ എന്ത് എഴുതുമായിരിക്കും? അയഡോ എന്ന് എഴുതും. ഇതാണ്, ഈ പേരുകളാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലൊരു കേസും കൂടി ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ഹാലോ ഗ്രൂപ്പ്സ് ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പേര് നമ്മൾ പ്രിഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എവിടെ എഴുതും? മുമ്പ് കേട്ടോ, അത് മറന്നു പോയത്. പ്രിഫിക്സും സഫിക്സും മുമ്പാണ് എഴുതുന്നത്. ഒരു സിമ്പിൾ കോമ്പൗണ്ട് നോക്കാം. CH3 CH2 Cl. ഓക്കെ, ഇനി ഇതിലെ മറ്റ് നമ്പറിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. ഐഡന്റിഫൈ ദി മെയിൻ ചെയിൻ ഉണ്ട്, നമ്പറിംഗ് ഉണ്ട്, ഒരു ബ്രാഞ്ച് ആണല്ലോ, നമ്പറിംഗ് ഉണ്ട്, ലോവസ്റ്റ് നമ്പർ ഉണ്ട്. അത് വരെ എല്ലാം അതിന് സെയിം ആണ്. ആൽക്കഹോളിലുള്ളത് പോലെ OH നമ്മൾ കണ്ടില്ലേ? OH ആൽക്കഹോളിൽ ചെയ്ത ഓർമ്മയില്ലേ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഇന്നലെ ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ റൂൾസ് ഇതിനുണ്ട് കേട്ടോ. ഐഡന്റിഫൈങ് ദ മെയിൻ ചെയിൻ ഉണ്ട്, നമ്പറിംഗ് ഉണ്ട്, ലോവസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതുണ്ട്, പിന്നെ പേര് എഴുതുന്ന വരെ. ഓക്കെ, ചെയ്ത് നോക്കിക്കോന്ന്, ആൻസർ കണ്ടുപിടിച്ച് നോക്കിയോന്ന്. എന്ത് വരുമായിരിക്കും? പൊസിഷനൊക്കെ ഇടണം കേട്ടോ. ബ്രാഞ്ച് ആയതുകൊണ്ട് പൊസിഷൻ ഇടണം. ഞാൻ റൂള് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി റൂൾ അറിയാം. ഓക്കെ, ഒന്ന് കാണിച്ച്, കൈ കൊണ്ട് കാണിച്ച്. എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനിൽ? 2 കാർബൺ ഉള്ളൂ കേട്ടോ. 2 കാർബൺ ഉള്ളൂ, 3 ഇല്ല. ഇത് കാർബൺ അല്ല, ഈ പറയുന്നത് കാർബൺ അല്ല, ക്ലോറിൻ ആണ്. തെറ്റിച്ച് കളയും, ഉറപ്പാണ്. പലതവണ തെറ്റിയിട്ടുണ്ട്. ഫൈനൽ എക്സാമിന് പോലും തെറ്റിച്ച് കളയത്. അപ്പൊ ശ്രദ്ധിക്കണം, CL ആണെന്ന് ശ്രദ്ധിക്കണം. H അല്ല, CU അല്ല, CL ആണ്. ഒറ്റ വേർഡാണ് അത്, CL എന്ന് പറയുന്നത്. CL. 2 കാർബൺ ഉള്ളൂ. 2 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താ വരുന്നത്? ഈത്തെന്നാണ്. ഈത്തൈൻ എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ട്, ഈത്തൈൻ. ഇനി നമുക്ക് ക്ലോറിന്റെ പേര് എഴുതണം. ക്ലോറിന്റെ പേര് പ്രിഫിക്സ് ആയിട്ട് എഴുതണത്. പ്രിഫിക്സ്. ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതും പേര്? എന്ത് എഴുതുന്നത്? ക്ലോറോ എന്ന് എഴുതുന്നത്. ക്ലോറോ. ഇനി ക്ലോറിൻ ഏത് പൊസിഷനിലാന്ന് എഴുതണം? ഇല്ല, ക്ലോറിൻ ഏത് പൊസിഷനിലാന്ന് എഴുതണം. ഏത് പൊസിഷനിലാണ് ക്ലോറിൻ ഉള്ളത്? ആകെ 2 പൊസിഷൻ ഉള്ളൂ. ഇത് നോക്കിയാൽ 2 കാർബൺ ഉള്ളൂല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്യാം, 1 2 നമ്പർ ചെയ്യാം, തിരിച്ച് നമ്പർ ചെയ്യാം.
ഇതിൽ ഏത് നമ്പർ എടുക്കും? ക്ലോറിൻ വന്നേക്കുന്ന കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇതാണ്. 1 ഉം 2 ഉം വന്നിട്ടുണ്ട്. ഏത് നമ്പർ എടുക്കും ഇതിൽ? 1 എടുക്കും കേട്ടോ. സോ ആൻസർ വന്നത് എന്തായിരിക്കും? ആൻസർ ഒന്ന് പറഞ്ഞു പറഞ്ഞു ഗൗരി, ആൻസർ പറഞ്ഞു. എന്ത് വരും ആൻസർ? 1 chloro ethane. 1 ക്ലോറോ ഈത്തൈൻ. സ്പേസ് ഇല്ല കേട്ടോ. 1 ക്ലോറോ ഈത്തൈൻ എന്ന് അടുപ്പിച്ച് വരും. 1 ക്ലോറോ ഈത്തൈൻ. ഓക്കെ, അപ്പൊ ഒന്ന് ഹെഡിങ് കൊടുത്തേ, നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തേ. ഇത് റൂൾ ഒന്ന് എഴുതാം, എന്നിട്ട് ബാക്കി എക്സാമ്പിൾ ചെയ്യാം. ഹാലോ ഗ്രൂപ്പ്, തേർഡ് നമ്പർ ഹാലോ ഗ്രൂപ്പ്. ഇത് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് എഴുതി വെച്ചോ. ഇനി ഗ്രൂപ്പ് 17ന്റെ ആ ഒരു കേസൊക്കെ എഴുതി വെച്ചോ. ഹാലജൻ എന്ന് പറഞ്ഞ പേരിൽ നിന്നാണ് ഹാലോ വന്നത്. ഈ പറഞ്ഞ എലമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പേര് എഴുതും. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോ. ഫ്ലോറിൻ, ഫ്ലൂറോ, ക്ലോറിൻ, ക്ലോറോ, ബ്രോമിൻ, ബ്രോമോ, അയോഡിൻ, അയഡോ. അബിൻ പറഞ്ഞോ. സാർ ഈ ഹാലോ ഗ്രൂപ്പ് മെയിൻ ചെയിനിൽ വരും? ഹാലോ ഗ്രൂപ്പ് മെയിൻ ചെയിനിൽ വരില്ല. മെയിൻ ചെയിനിൽ കാർബൺ മാത്രമേ വരുള്ളൂ. നിങ്ങൾ അത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്ത് വെക്ക്. കാർബൺ മാത്രമേ മെയിൻ ചെയിനിൽ വരുള്ളൂ, ബാക്കി എല്ലാം ബ്രാഞ്ചസ് ആണ്. പിന്നെ ഈ ഫസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി എഴുതി വെച്ചോ. ഇത് മൂവാറ്റുപുഴ അല്ലാത്തവർ ആരൊക്കെയാണ്? മൂവാറ്റുപുഴ വീടല്ലാത്തവർ ഒന്ന് ഫോണിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ച്. ഫോണിൽ മൂവാറ്റുപുഴയിൽ നിന്ന് പുറത്തുനിന്നുള്ളവർ ഉണ്ടെന്ന് വരില്ലേ? അമീൻ എവിടെ സ്ഥലം? ഇതാണ് ചോദിച്ചത്. കാലാമ്പൂര്. ബിലാല് എവിടെ സ്ഥലം? ഇങ്ങോട്ടാണല്ലേ. റൈഹാൻ ഏതെവിടെ സ്ഥലം? പെരുമ്പാവൂർ. ഫസ്ന? സർ കാലാമ്പൂര്. ഇപ്പൊ അമീൻ ഷജീനൊക്കെ അറിയാമോ? അറിയാം. ഹയ? സർ ഞങ്ങളും പെരുമ്പാവൂർ. ചുമ്മാ ചോദിച്ചെന്നുള്ളൂ കേട്ടോ, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഈ പേര് എഴുതി കഴിഞ്ഞാൽ റൂൾസ് എഴുതിക്കോ. റൂൾസ് എഴുതിക്കോ. IUPAC നെയിം, IUPAC നെയിം ഹൈഫൺ. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്. ഫസ്റ്റ് നമ്മൾ അതാ എഴുതാൻ പോകുന്നത്. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് ആണ്. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ് പ്ലസ് നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് ആദ്യം പൊസിഷൻ എഴുതും, then പേര് എഴുതും, നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് എഴുതും, പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് എന്തായിരിക്കും? ലാസ്റ്റ് എന്തായിരിക്കും? സഫിക്സ് ANA ആണോ ENA ആണോ എന്ന് എഴുതും. ENA ഒക്കെ വരും കേട്ടോ ഇതില്. ENA വരാറുണ്ട്. നമുക്ക് പഠിക്കാനില്ലാന്നുള്ളൂ. കോമൺ ആയിട്ടുള്ള റൂള് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കൊരു കോമ്പൗണ്ട് ചെയ്ത് നോക്കാം. വേറൊരു എക്സാമ്പിൾ, CH3 name this. കിട്ടിയോ? ഇഷാൻ
പറഞ്ഞോ. 2-fluoropropane. 2-fluoropropane. 2-fluoro എന്നല്ല കേട്ടോ, ഫ്ലൂ എന്നാണ്. FLU, ഫ്ലൂറോപ്രൊപ്പെയിൻ. ശരിയാണോ ഇത് ആൻസർ? അതെ. എങ്ങനെ വന്നതെന്ന് നോക്കാം. മെയിൻ ചെയിൻ ഐഡന്റിഫൈ മെയിൻ ചെയിൻ ഇതാണ്. നമ്പർ ചെയ്യും ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. എങ്ങനെ നമ്പർ ചെയ്താലും നമുക്ക് സെക്കൻഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. ബ്രാഞ്ച് എഫ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണ്, ഫ്ലോറിൻ ബ്രാഞ്ച് ആണ്. അപ്പൊ ഫ്ലോറോ എന്ന് എഴുതും. 2-fluoro, മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം, പ്രൊപ്പ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE വരും കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE വരും. അപ്പൊ അതിന് നമ്പറും കൊടുക്കണം എന്നുള്ളൂ. പ്രൊപ്പ് 1 EN വരും. അതിപ്പോ നിങ്ങൾ തൽക്കാലം ഒന്നും നോക്കണ്ട, നമുക്ക് ഇല്ലാത്തോണ്ട് നോക്കണ്ട. വേറെ ഒരെണ്ണം CH3 BR. ആൻസർ ഒന്ന് ചെയ്തു. ബ്രോമിൻ. ആൽബിൻ, കുറെ നാളെ കണ്ടിട്ട്. ക്ലാസ്സിലുണ്ടായിരുന്നോ? ആൻസർ എന്ന് പറഞ്ഞ എന്താ? ആൽബിൻ എഴുതാണ്ട് പറഞ്ഞോ. 2-bromobutane. 2-bromobutane. ശരിയാണോ? അതെ. മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. സ്ട്രെയിറ്റ് ചെയിൻ ആണ് മെയിൻ ചെയിൻ. നമ്പർ ചെയ്യും ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റും. ലോവസ്റ്റ് നമ്പർ വരുന്നത് ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണ് 2 വരുന്നത്, അല്ലെങ്കിൽ 3 വരും. രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ വന്നു. അപ്പൊ 2-bromo, 4 കാർബൺ ആറ്റം, സിംഗിൾ ബോണ്ട് ബ്യൂട്ടൈൻ. ഇനി വേറൊരു മോഡൽ. ഈ മോഡൽ വരൂ കേട്ടോ. ഈ മോഡൽ വരാറുണ്ട്. നെയിം കണ്ടുപിടിച്ചേ. CL ആണ് കേട്ടോ. CL ആണ്. ഞാൻ എഴുതിയപ്പോ ഷേപ്പ് ഒക്കെ മാറിപ്പോയെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട. CL തന്നെയാണ് അത്. ക്ലോറിൻ ആണ്. രണ്ട് ബ്രാഞ്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ റൂൾ കേട്ടോ. മോർ ദാൻ 1 ബ്രാഞ്ച് വരുമ്പോൾ റൂള് സമ്മ കണ്ടുപിടിക്കണ്ട. ലോവസ്റ്റ് സമ്മ എടുക്കണം. ആ നമ്പറിങ് എടുക്കണം. അബ്ദുറഹ്മാൻ ആൻസർ ചെയ്തേ. 2-3 ഡൈക്ലോറോ butane. വെരി ഗുഡ്. ഓക്കെ. ക്ലോറിന ബ്രാഞ്ച് ആയിട്ട് വന്നേക്കുന്നത് 2 ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് ഡൈ യൂസ് ചെയ്യും. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 തിരിച്ച് നമ്പർ ചെയ്താലും 1 2 3 2ലും 3ലും വന്നത്. 2 3 എടുത്തു. 2 3 2 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈ യൂസ് ചെയ്തു. ക്ലോറിൻ ബ്രാഞ്ച് ആണ്. ക്ലോറോ 4 കാർബൺ ആറ്റം, മെയിൻ ചെയിനിൽ സിംഗിൾ ബോണ്ട് ബ്യൂട്ടൈൻ. വേറെ ഒരെണ്ണം ചെയ്തോ. നാളെ നമുക്ക് രാവിലെ ക്ലാസ് വെച്ചാലോ? മോർണിംഗ്, ഈവനിങ് വേണ്ട. മോർണിംഗ് 6:50, 6:15. സാർ നാളെ പരീക്ഷ ഉണ്ട്. പരീക്ഷയോ? അത് എ ബാച്ചുകൾക്കും പരീക്ഷ ഉണ്ടായിരുന്നല്ലോ ഇന്ന്. എ ബാച്ചുകാരുടെ ക്ലാസ് ഇത്ര നാളും രാവിലെ ആയിരുന്നല്ലോ. പരീക്ഷ ഒരു പ്രോബ്ലം ആണോ?
കുഴപ്പമില്ല സാർ. കുഴപ്പമില്ല. അപ്പൊ 6:15 മുതൽ നമുക്കൊരു ചിലപ്പോ ഒരു 1.5 hours ഉണ്ടാവും. കുഴപ്പമുണ്ടാവോ? 7:45 വരെയും ചിലപ്പോ കാണും. 7:30 പകരം 7:30 ആകുമ്പോൾ 1.25 മണിക്കൂറാകും. ചിലപ്പോ ഒരു 1.5 hours ആവും. 7:45 വരെ ക്ലാസ് ഉണ്ടാവും കേട്ടോ നാളെ. ടൈം ഇനി ചിലപ്പോൾ മെസ്സേജ് വരണമെന്നില്ല. ടൈം ഇപ്പൊ കേട്ടോ. നാളെ വൈകുന്നേരം വന്നിട്ട് കാര്യമില്ല. നാളെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ചാപ്റ്ററിന്റെ. 6:15 to 7:45. കണ്ടുപിടിച്ചോ? ആരെങ്കിലും ആൻസർ കിട്ടിയോ? ബിൻഷാദ് 2,4 dichlorohexane. 2,4 dichlorohexane. ശരിയാണോ അത്? അല്ല സാർ. അല്ല. ഗൗരി പറഞ്ഞു തന്നു. 146 dichlorohexane. 146 വരുമ്പോ ഡൈ ആണോ യൂസ് ചെയ്യേണ്ടത്? ട്രൈക്ലോറോ ഹെക്സേൻ. ട്രൈക്ലോറോഹെക്സൈൻ. ശരിയാണോ അത്? വേറെ ഏതെങ്കിലും ഒപ്പീനിയൻ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ ചോദിക്കാം. അയാൻ പറഞ്ഞോ. അയാൻ വേറെ ആൻസർ നമുക്ക് 135 ട്രൈക്ലോറോ ആൻസർ പറഞ്ഞാൽ മതി. 135 ട്രൈക്ലോറോഹെക്സേൻ. ട്രൈക്ലോറോഹെക്സൈൻ. ഇത് ശരിയാണോ? ലാസ്റ്റ് പറഞ്ഞത് ശരിയാണ്. യെസ് എന്നാണോ? അതെ. ഷഹാൻ ശരിയാണോ അത്? ഷഹാൻ ശരിയാണ് കേട്ടോ. ഇത് ശരിയാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് നെയിമിങ്. 135 ട്രൈക്ലോറോഹെക്സൈൻ ആണ് കറക്റ്റ് നെയിമിങ്. ഇങ്ങനെ വരൂ കേട്ടോ. ഇത് എക്സാമിന് ഇല്ലാത്ത ടോപ്പിക് അല്ല, ഇത് വരുന്ന ടോപ്പിക്കാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉള്ള കേസ് വരും. അപ്പൊ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ റൂൾ അനുസരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഞാൻ പറയട്ടെ, എന്നിട്ട് സംശയം ചോദിച്ചോ. മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ ചെയിനിൽ കാർബൺ ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനെ നമ്പർ ചെയ്യണം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. 1 2 3 4 5 6. തിരിച്ചും 1 2 3 4 5 6. ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എല്ലാ കേസിലും നിങ്ങൾ എഴുതണം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിലാന്ന് നോക്കണം. 2-ലുണ്ട്, 4-ലുണ്ട്, 6-ലുണ്ട്. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിലാന്ന് നോക്കണം. റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 1-ലുണ്ട്, 3-ലുണ്ട്, 5-ലുണ്ട്. നമ്മൾ ഇത് ഫോളോ ചെയ്യും. 1 3 5 ഫോളോ ചെയ്യും. ലോസ്റ്റ് സം അതാണല്ലോ. ഇത് ലാർജസ്റ്റ് സം ആയിരിക്കും. ഇതിന്റെ സമ്മ കൂടുതലാണ്. 12 വരും. ഇത് എത്ര ഒരു 9 വരുള്ളൂ. അപ്പൊ ഈ നമ്പറിന് നമ്മൾ എടുക്കും. 135 എടുക്കും. 135 3 ബ്രാഞ്ചും ക്ലോറിൻ ബ്രാഞ്ചാണ്, Cl ബ്രാഞ്ചാണ്. അതുകൊണ്ട് ട്രൈക്ലോറോ എന്ന് യൂസ് ചെയ്യും. 6 കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ സിംഗിൾ ബോണ്ട് ഹെക്സൈൻ. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത അതും കൂടി മനസ്സിലാക്കിക്കോ. Cl ബ്രാഞ്ച് സൈഡിലും വരാം, OH വരണത് പോലെ. OH നമ്മൾ കണ്ടില്ലേ? എൻഡിലും വരാം, മിഡിലും വരാം, എവിടെ വേണമെങ്കിലും വരാം. OH ബ്രാഞ്ച് അതുപോലെ തന്നെയായിരുന്നു. എൻസിലും വരാം, മിഡിൽസിലും വരാം. മിഡിൽ അല്ലെങ്കിൽ ഏത് കാർബൺ ആറ്റത്തിലും വേണമെങ്കിലും വരാം ബ്രാഞ്ച്. മനസ്സിലാവണ്ടോ പറയണത്? ക്ലിയർ ആയോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. അബിൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. സാർ, ഈ ക്ലോറിനും ഫ്ലൂറിനും ഒന്നിച്ചു വരുമോ ബ്രാഞ്ചായിട്ട്? അതും വരാറുണ്ട്, പക്ഷെ നമുക്ക് 10 വന്നിട്ടില്ല കേട്ടോ. വരാറുണ്ട്. ജസ്റ്റ് നോക്കാം. ഒറ്റ എക്സാമ്പിൾ നോക്കാം. സംശയമാണെങ്കിൽ വിട്ട് കളഞ്ഞേക്ക്. CH3 CH2 ഉണ്ട്. CH3 ClF CH3 സിമ്പിൾ ആയിരിക്കട്ടെ. നോക്കിയതില്ലേ?
ഇത് മെയിൻ ചെയിൻ സ്ട്രേറ്റ് ചെയിൻ ആണ്. രണ്ടാമത്തെ പൊസിഷനിൽ രണ്ടാമത്തെ കാർബണാറ്റത്തില് ഫ്ലൂറിന് വന്നിട്ടുണ്ട്, ക്ലോറിന് വന്നിട്ടുണ്ട്. ഫ്ലൂറിൻ F വന്നിട്ടുണ്ട്, Cl വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യണേന്ന് അറിയോ? ആൽഫബറ്റിക് ഓർഡർ നോക്കണം. മീതയിലും ഇതിലും നമ്മൾ ചെക്ക് ചെയ്തില്ല, കണ്ടില്ലായിരുന്നോ അന്ന്? അത് ഇല്ലാത്തതാണ് പറഞ്ഞു തന്നാൽ ഇതിലും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആൽഫബറ്റിക് ഓർഡർ നോക്കണം. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഫ്ലൂറിന്റെ F ആണോ ക്ലോറിന്റെ C ആണോ ആദ്യം വരുന്നത്? F ആണോ C ആണോ ആദ്യം വരുന്നത്? ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് C ആണ്. ഇപ്പൊ ക്ലോറിന്റെ പേര് ആദ്യം എഴുതാം. എത്രാമത്തെ പൊസിഷനിലാണ് ക്ലോറിനുള്ളത്? 1, 2 രണ്ടാമത്തെ പൊസിഷനിലാണ്. 2 ക്ലോറോ പിന്നെ 2 ഫ്ലൂറോ, ഇനി എന്ത് ചെയ്യണം? 3 കാർബണാറ്റ് സിംഗിൾ ബോണ്ട് എന്ത് വരും? പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ പ്രൊപ്പൈൻ പഠിക്കാനില്ല കേട്ടോ, ഇല്ല എഴുതണം എന്നില്ല, കണ്ടാൽ മാത്രം മതി. 2 ക്ലോറോ 2 ഫ്ലൂറോ പ്രൊപ്പൈൻ. ഇനി 3 മഞ്ഞയുണ്ട്, 4 മഞ്ഞയുണ്ട്, എല്ലാ ബ്രാഞ്ചസും വരാൻ വേണമെങ്കിൽ. പക്ഷെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ശരിക്കും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. എഴുതുമ്പോൾ നമുക്ക് പല രീതിയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ബ്രാഞ്ച് ഇടാം, റൂളൊക്കെ ഉണ്ടാവും ഇതിന്. അത് നാച്ചുറലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. എക്സിസ്റ്റിംഗ് കോമ്പൗണ്ട് ആണെന്ന് അറിയാൻ പറ്റില്ല, ചെക്ക് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഹാലോ ഗ്രൂപ്പും കഴിഞ്ഞു. ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ് ഹെഡിങ് കൊടുത്ത് റൂൾ ആദ്യം തന്നെ എഴുതാം. കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്, പക്ഷെ ആ ഒരു റൂള് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. അത് ആൽക്കോക്സി ഗ്രൂപ്പ്, 4ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഡിനോട്ടഡ് ബൈ R, OR. O ആണ് കേട്ടോ, 0 അല്ല. ഓക്സിജന്റെ O ആണ്. 2 ബോണ്ട് അപ്പുറത്തും ഇപ്പുറത്തും, ഒരേ സൈഡിൽ 6. ഈ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? 6 ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? 6 കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നമ്മൾ കണ്ടിട്ടുണ്ട്, ആൽക്കൈൽ റാഡിക്കൽസിന്റെ ടോപ്പിക്കിൽ കണ്ടിട്ടുണ്ട്. ആൽക്കൈൽ റാഡിക്കൽസിന്റെ ടോപ്പിക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പറഞ്ഞു? 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റാഡിക്കൽ ആണെന്ന് ചോദിക്കണം. 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാഡിക്കൽ ആണ് കേട്ടോ. നമ്മൾ റാഡിക്കൽസ് ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഒന്ന് CH3 പഠിച്ചിട്ടുണ്ട്, മീഥൈൽ റാഡിക്കൽ പഠിച്ചിട്ടുണ്ട്, ഈത്തൈൽ റാഡിക്കൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ എഴുതി പോകാം. പ്രൊപ്പൈൽ റാഡിക്കൽ പഠിച്ചിട്ടുണ്ട്, CH3 CH2 CH2. ഈ CH3 CH2 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 അത് വേറെ റാഡിക്കലാണ്. അപ്പൊ ഇതുപോലത്തെ കുറെ റാഡിക്കൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെയാണ് റാഡിക്കൽ. ഇവരൊക്കെ ഇവിടെ വരും, ഓക്സിജന്റെ കൂടെ വരും. ഓക്സിജന്റെ കൂടെ ഇങ്ങനെ CH3 വരും. ഓക്സിജന്റെ കൂടെ ചിലപ്പോ CH2 CH3 വരും, ചിലപ്പോ CH2 CH2 CH3 വരും. ഓക്സിജന്റെ വാലൻസി എത്രയാ? കൈ കൊണ്ട് കാണിച്ചേ. വാലൻസി നമ്മൾ ഒരാഴ്ച ചോദിച്ചാണ്. 2 വാലൻസി. അപ്പൊ 2 ബോണ്ട് ഉണ്ടാവും, അതാണ് 2 ബോണ്ട് കൊണ്ട് കാണിക്കുന്നത് കേട്ടോ. 2 സൈഡിലും ഒരു ബോണ്ട് വെച്ച് വരും. അതിൽ ഒരു ബോണ്ടില് ഈ പറഞ്ഞ CH3 വരും, അല്ലെങ്കിൽ CH2 CH3 വരും, അല്ലെങ്കിൽ പ്രൊപ്പൈൽ വരും, അല്ലെങ്കിൽ ബ്യൂട്ടൈൽ വരും. അങ്ങനെ ഏത് വേണമെങ്കിലും വരും. ഇപ്പുറത്തും അത് തന്നെയാണ് കേട്ടോ. ഇപ്പുറത്തും ചിലപ്പോ CH3 തന്നെ വരും, ചിലപ്പോ CH2 CH3 വരും, ചിലപ്പോ CH2 CH2 CH3 വരും. 2 സൈഡിലും ഇവർ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കും എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ഫോർമുല എഴുതുന്നത് ROR' എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല കേട്ടോ അത്, അതുകൊണ്ട് നിങ്ങൾ അത് നോക്കണ്ട. ജസ്റ്റ് OR എന്ന് പഠിച്ചാൽ മതി, ഇത് പഠിക്കണമെന്നില്ല. ROR' എന്ന് എഴുതുന്നത് ശരിക്കും അതിന്റെ ഫോർമുല എഴുതുന്നത്. അപ്പോൾ 2 സൈഡിലും ഈ പറഞ്ഞ ആൽക്കൈൽ റാഡിക്കൽസ് വരണത്, ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അമ്ന പറഞ്ഞോ. ഞാൻ ലെഫ്റ്റ് ആയി പോയിരുന്നു, എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 4ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ ബോക്സിൽ വരച്ചേക്കുന്നത് OR. ഇത് 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാഡിക്കൽ എന്നാണ്. റാഡിക്കൽസ് നമ്മൾ പല റാഡിക്കൽസിനെ കണ്ടിട്ടുണ്ട്. മീഥൈൽ റാഡിക്കൽ, ഈഥൈൽ റാഡിക്കൽ, പ്രൊപ്പൈൽ റാഡിക്കൽ, ബ്യൂട്ടൈൽ റാഡിക്കൽ. ഇവരൊക്കെയാണ് റാഡിക്കൽസ്, ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ആൾക്കാർ. ഇവർ ഇവിടെ വരും, ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇവർ തന്നെ വരും. ചിലപ്പോൾ CH3 വരും.
ചിലപ്പോൾ ഈഥയിലായിരിക്കും, ചിലപ്പോൾ പ്രൊപ്പൈലായിരിക്കും, മാറി മാറി വരും കേട്ടോ. ഈ രണ്ടും സെയിം വരണമെന്നില്ല. ഓക്സിജന്റെ ഇപ്പുറത്ത് ചിലപ്പോൾ CH3 ആയിരിക്കും, അപ്പുറത്ത് CH2 CH3 ആയിരിക്കും. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇവരാണ് ആൽക്കോക്സി ഗ്രൂപ്പ്സ്. ആൽക്കോക്സി ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾ ഇവരൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, ഈ കേസസ് ഒന്ന് എഴുതി വെച്ചോ. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ. സാർ നമ്മൾ നേരത്തെ ഈ OLCയും OL-ഒക്കെ ചേർക്കുന്നവരാണോ ഇവിടെ ഈ OR? അല്ല, ഞാൻ പറയാം ഇതിന്റെ പേരെങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ആൽക്കഹോളിന്റെ കേസിൽ OH എന്ന് ഡിനോട്ട് ചെയ്തത്, അതുപോലെ ഇവിടെ ഡിനോട്ട് ചെയ്യേണ്ടത് OR ആണ്. അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ അതാണ് ആൻസർ കേട്ടോ. COH, കാർബോക്സിലിക് ആസിഡിന് COH എന്നാണ് ഡിനോട്ട് ചെയ്യണത് കാർബോക്സിലിക് ഗ്രൂപ്പിന്. ആൽക്കോക്സി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ OR എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, OR. ഇനി റൂൾ എഴുതിക്കോ. ഫസ്റ്റ് നമ്പർ ഈ കോമ്പൗണ്ടിൽ നോക്കിക്കേ, ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെയിൻ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയിൻ എന്നല്ലേ പറയണത്, CH3 വന്നതിന് നമ്മൾ ചെയിൻ എന്നല്ലേ പറയണത്. ലോങ് ചെയിൻ, മെയിൻ ചെയിൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നോക്കിയേ, ഓക്സിജന്റെ അപ്പുറത്ത് രണ്ട് സൈഡിലും ചെയിൻസ് ഉണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയതില്, സെക്കൻഡ് കോമ്പൗണ്ടില് ഒരു ചെയിനിന്റെ ലെങ്ത് കൂടുതലാണ് അല്ലെ. ഒരു ചെയിനിൽ 2 കാർബൺ ആറ്റം ഉണ്ട്, മറ്റേ ചെയിനിൽ 1 കാർബൺ ആറ്റം ഉള്ളൂ. ബ്രാഞ്ച് അല്ല കേട്ടോ, ഇത് ചെയിൻ ആണ് കേട്ടോ. ഇപ്പൊ 2 ചെയിൻ ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെയിൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ചെയിൻ ഉണ്ട്. സെക്കൻഡ് കോമ്പൗണ്ടിൽ ലെഫ്റ്റ് സൈഡിലെ ചെയിന് ലെങ്ത് കൂടുതലാണ്, ലോങ്സ്റ്റ് ചെയിൻ ആണ്. ഇനി റൈറ്റ് സൈഡിൽ ഷോർട്ടസ്റ്റ് ചെയിൻ ആണ്. ഫസ്റ്റ് റൂളിലിരിക്കും, ഐഡന്റിഫൈ ദി ഷോർട്ട് ആൻഡ് ലോങ് ചെയിൻസ്. ഐഡന്റിഫൈ ദി ഷോർട്ട് ആൻഡ് ലോങ് ചെയിൻസ്. ഐഡന്റിഫൈ ചെയ്യണം ആദ്യം തന്നെ. ഷോർട്ട് ചെയിനും ലോങ് ചെയിനും ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ടാസ്ക്. ഇതിൽ നമ്പറിംഗ് ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ടാസ്ക് അതാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, ലോങ് ചെയിനും കണ്ടുപിടിക്കണം, ഷോർട്ട് ചെയിനും കണ്ടുപിടിക്കണം. ദെൻ നെയിമിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ. ഇതിന്റെ പേര് വന്നത് ഇങ്ങനെയാണ്, ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് വന്നത്. ആൽക്കോക്സി ആൽക്കെയിൻ ഇതൊന്ന് എഴുതിക്കുക. ആൽക്കോക്സി ആൽക്കെയിൻ എന്നൊന്ന് എഴുതിക്കുക. ആൽക്കോക്സി ആൽക്കെയിൻ എന്നൊന്ന് എഴുതിക്കുക നിങ്ങൾ. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ ആൽക്കിന്റെ അവിടെ ഒരു വട്ടം വരച്ചേ. ആൽക്ക്, ALK. എന്നിട്ട് അതിന്റെ താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കേ. ഇതാണ് ഷോർട്ട് ചെയിൻ. എഴുതിക്കോ, ഷോർട്ട് ചെയിൻ. ഇനി ആൽക്കെയിന്റെ അവിടെ റൗണ്ട് ചെയ്തേ. ആൽക്കെയിൻ, ഫുള്ള് ആൽക്കെയിൻ. അതെന്തായിരിക്കും അപ്പോ? ഏത് ചെയിൻ ആയിരിക്കും? ലോങ് ചെയിൻ. മറ്റേത് ഷോർട്ട് ചെയിൻ ആണെങ്കിൽ ഇത് ലോങ് ചെയിൻ ആയിരിക്കും. ലോങ് ചെയിൻ. ഇനി നെയിം ചെയ്യോ കേട്ടോ. സെക്കൻഡ് കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ പോവാണ്. സെക്കൻഡ് കോമ്പൗണ്ട് നിങ്ങൾ പറയണം കേട്ടോ ആൻസർ. സെക്കൻഡ് കോമ്പൗണ്ടിൽ ഷോർട്ട് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? സെക്കൻഡ് കോമ്പൗണ്ടിൽ ഷോർട്ട് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? കൈ കൊണ്ട് കാണിക്കുക. കുറഞ്ഞ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ അല്ലെ. 2 നോക്കി, ഇവിടെ നോക്ക്. 2 ചെയിൻസ് ഉണ്ട്, ഒന്ന് ലോങ് ചെയിനും ഒന്ന് ഷോർട്ട് ചെയിൻ. ഇത് ലെങ്ത് കൂടിയ ചെയിനാണ്. ലെങ്ത് കൂടിയ ചെയിനിൽ 2 കാർബൺ ആറ്റം ഉണ്ട്, ഷോർട്ട് ചെയിനിൽ 1 കാർബൺ ആറ്റം ഉണ്ട്. 1 കാർബൺ ആറ്റത്തിന്റെ വേർഡ് റൂട്ട് എന്താ? മീത്ത് അല്ലെങ്കിൽ മെത്ത്. ഇവിടെ പേര് എഴുതിയിരിക്കണമെന്ന് ശ്രദ്ധിച്ചേ. ആൽക്കെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേർഡ് റൂട്ട് മാത്രമല്ലേ ഉള്ളൂ അല്ലെ. ആൽക്കെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ALK എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേർഡ് റൂട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ എന്ത് വരും എന്നറിയോ? ഫസ്റ്റ് ഇതിനെ വരുന്നത് മീത്ത് എന്ന് വരും, METH. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ആൽക്ക് ഓക്സി. മീത്ത് കഴിഞ്ഞിട്ട് ഓക്സി എഴുതി. മീത്ത് ഓക്സി, മെത്തോക്സി. ഇനി ബാക്കി ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ ലോങ് ചെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ലോങ് ചെയിൻ ആണ്.
ഈ കോമ്പൗണ്ടിൽ ലോങ് ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബണിന്റെ ലോങ് ചെയിന്റെ പേര് എങ്ങനെ എഴുതും? അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് പറഞ്ഞു. ഈത്ത് ഇത്രേ ഉള്ളൂ. നെയിമിങ് ഇത്രേ ഉള്ളൂ. ഇത്ര നോക്കാനുള്ളൂ. ആൽക്കും ആൽക്കെയിനും. ആൽക്ക് ഷോർട്ട് ചെയിൻ ആയിരിക്കും, ആൽക്കെയിൻ ലോങ് ചെയിൻ ആയിരിക്കും. അപ്പൊ മെത്തോക്സി ഈതെയിൻ എന്ന് വരും കോമ്പൗണ്ടിന്റെ പേര്. മെത്തോക്സി ഈതെയിൻ. ഈ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ പേര് ഒന്ന് എഴുതി നോക്കി. ഫസ്റ്റ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇതിൽ ഷോർട്ട് ചെയിനും ലോങ് ചെയിനും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. രണ്ടുപേര് സെയിം അല്ലേ? രണ്ട് സൈഡിലും ഒരു കാർബൺ വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? മെത്തോക്സി മീഥെയ്ൻ. കേട്ടോ, മെത്തോക്സി മീഥെയ്ൻ. രണ്ട് സൈഡിലും മീത്ത് വരും. രണ്ട് സൈഡിലും ഒരു കാർബൺ വെച്ചിട്ടുള്ളൂ. അപ്പൊ മീത്ത് ഓക്സി, മീത്ത് മീഥെയ്ൻ, മെത്തോക്സി മീഥെയ്ൻ. മീത്തിന് വരും, ഓക്സിന്ന് വരും, മെത്തോക്സി മീഥെയ്ൻ, മെത്തോക്സി മീഥെയ്ൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതെ. വേറൊരു കോമ്പൗണ്ട്, വേറെ എക്സാമ്പിൾ നോക്കാം. ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളൂ. CH3 CH2 O CH2 CH2 CH3 ചെയ്തു തന്നോ? പോണോ? കിട്ടിയോ ആർക്കെങ്കിലും? എലിസബത്ത് പറഞ്ഞോ. സാർ ഇങ്ങനെയുള്ളതിൽ ബ്രാഞ്ചസ് വരുമോ? ഇല്ല, ബ്രാഞ്ച് വരില്ല കേട്ടോ. ഇതിൽ ബ്രാഞ്ചസ് വരില്ല. നമ്പറിംഗും ഇല്ല, ബ്രാഞ്ചും ഇല്ല. ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ റൂൾസിൽ. ഡയറക്റ്റ് നെയിമിംഗ് ആണ്. എലിസബത്ത് പറഞ്ഞു, ആൻസർ പറഞ്ഞു. എത്തോക്സി പ്രൊപ്പൈൻ. എത്തോക്സി പ്രൊപ്പൈൻ. എത്തോക്സി പ്രൊപ്പൈൻ. റൂൾസ് നോക്കാം നമുക്ക്. ഇത് ശരിയാണോ അത് പറഞ്ഞത്? അതെ. ഓക്കെ, റൂൾസ് നോക്കാം. ആദ്യം 2 ചെയിൻസ് കണ്ടുപിടിക്കണം. ഇതാണ് 2 ചെയിൻസ്. ഇതിൽ 2 കാർബൺ, ഇതിൽ 3 കാർബൺ. നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഇനി നമുക്കറിയാം ഓക്സിക്ക് മുമ്പ് എഴുതുന്നത് ഷോർട്ട് ചെയിൻ ആണ്, കുറഞ്ഞ കാർബൺ ഉള്ളതാണ്. കുറഞ്ഞ കാർബൺ 2 ആണ്. 2ന്റെ വേർഡ് റൂട്ട് ഈത്ത് എന്ന് എഴുതി. ഈത്തോക്സി, എത്തോക്സി, ഈത്തോക്സി അല്ലെങ്കിൽ എത്തോക്സി. അത് കഴിഞ്ഞിട്ട് ഓക്സി കഴിഞ്ഞിട്ട് ANE കൂട്ടി എഴുതും. അത് ലോങ് ചെയിൻ ആണ്. ഇതിൽ ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ 3 കാർബൺ ഉണ്ട്. 3 കാർബണത്തിന്റെ വേർഡ് റൂട്ട് പ്രോപ്പ് എന്നാണ്. ANE ചേർക്കും, പ്രൊപ്പൈൻ, എത്തോക്സി പ്രൊപ്പൈൻ പേര് വന്നത്. അബിൻ പറഞ്ഞോ. സാർ ഇത് രണ്ടും ഒന്നിച്ചാണ് എഴുതണ്ടേ? ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. സ്പേസ് ഒന്നും ഇടാറില്ല. എത്തോക്സി പ്രൊപ്പൈൻ. വേറെ ഒരെണ്ണം കൂടി പെട്ടെന്ന് നോക്കിക്കോ. ഇവിടെ എഴുതിക്കോ. സിംഗിൾ ബോണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ. ഇരിക്കോ. കിട്ടി അല്ലേ? ഒന്നും ചെയ്യാനല്ല, കാണുമ്പോൾ തന്നെ പേര് പറയാൻ പറ്റും. ഫാസിലെ പേര് പറഞ്ഞ ഫാസിൽ. എത്തോക്സി ഈതെയിൻ. എത്തോക്സി ഈതെയിൻ. എത്തോക്സി ഈതെയിൻ. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ? ഇതിന്റെ ബേസ് കൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ലെറ്റർ സെസ് ഒന്നും എടുത്തേ. ലെറ്റർ സെസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഏതോ തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് വൺ അല്ലേ? ചെയ്തോ? തേർഡിലെ ലാസ്റ്റ് COOS ആണോ? അപ്പൊ നമ്മള് ചെയ്തൂല്ലോ അത്. അല്ല, ഐ ചെയ്തില്ലല്ലോ. ഐ ചെയ്തോ? FG I CH3 CH2 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 Cl. 4 കാർബൺ ഉണ്ട്.
ഒരു Cl ഉണ്ട്. അച്യുതേ പേര് പറഞ്ഞോ. 1-chlorobutane. 1-chlorobutane Ane. 1-chlorobutane നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യണത് ലോവസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്പർ കിട്ടും Cl ന്. 1-chloro 4 കാർബൺ ആറ്റം ബ്യൂട്ട് സിംഗിൾ ബോണ്ട് Ane. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മുടെ നെയിമിങ്ങിന്റെ പോർഷൻ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്ററിൽ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് കഴിഞ്ഞു, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് പാർട്ടാണ്, വളരെ ചെറിയൊരു പാർട്ടാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണ് ഐസോമെറിസ്. തുടങ്ങി വെക്കാവുന്ന ഐസോമെറിസ്. ഐസോ കേട്ടിട്ടുണ്ടോ? ഐസോ എന്ന് കേട്ടിട്ടുണ്ടോ? ഐസോമെറിസം. ഐസോമെറിസത്തില് ഐസോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐസോ എന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ ഐസോ? ഐസോ എന്ന് പറഞ്ഞ വേണ്ട മീനിങ് ഒന്നുകൂടി പറഞ്ഞേ. ഐസോസിലസ് അതൊക്കെ വരും. ഐസോസിലസിന്റെ പ്രത്യേകത എന്താ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ആക്ച്വലി 2 ആണ്. ടു സൈഡ്സും 2 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വലിന് വേറൊരു വേർഡ് പറഞ്ഞേ. 2 സൈഡ്സും 2 ആംഗിൾസും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐസോയുടെ മീനിങ് എന്തായിരിക്കും? അപ്പൊ സെയിം എന്നാണ് കേട്ടോ. ഐസോ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് സെയിം എന്നാണ്. സെയിം. അയാൾ ഈ ഐസോമെറിസും ഐസോടോപ്പും ആയിട്ട് എന്തൊരു ബന്ധമുണ്ട്? ഐസോടോപ്പ് ബന്ധമില്ല, നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. അത് പിന്നെ ബന്ധമൊന്നുമില്ല. എന്നാലും അതിലും ഐസോ എന്ന് പറയുന്നത് സെയിം എന്നുള്ള മീനിങ് ആണ്. ഐസോടോപ്സ് പഠിക്കും നിങ്ങൾ. ഐസോടോപ്സ് ഉണ്ട്. ഇനിയിപ്പോ ഐസോ ബാർസ് വരും. അങ്ങനെ കുറെ ഐസോ വെച്ചിട്ട് കുറെ ടൈംസ് നിങ്ങൾ കാണും നിങ്ങൾ ഭാവിയിൽ. +1 +2 പോയി കഴിയുമ്പോൾ പല സ്ഥലത്തും കാണും. ഫിസിക്സിലൊക്കെ ഇനി കാണും, കുറെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ വരും ഐസോ വെച്ചിട്ടുള്ളത്. ഐസോ അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ സെയിം ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് സെയിം ആയിരിക്കും. ഈ മെറിസം എന്താണെന്ന് അറിയില്ല കേട്ടോ. മെറിസം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണെന്ന് അറിയില്ല, മീനിങ് ഉണ്ടോന്ന് തന്നെ അറിയില്ല. ഇതിലൊരു കണക്ഷൻ ഉണ്ട്, ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. എന്താണ് സെയിം ആവണേന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താ സെയിം ആവണമെന്നല്ലേ, സ്കൂളിൽ പഠിച്ചതിനാണ്. എന്താ സെയിം ആവണത്? ഒരാള് സെയിം ആകും. എന്താ സെയിം ആവണത് പറഞ്ഞോ? സ്കൂളിൽ പഠിച്ചല്ലേ? അത് നമുക്ക് നോക്കാട്ടോ. ഇനിയിപ്പോ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തവർ നോക്കാം, നമുക്ക് നോക്കി കണ്ടുപിടിക്കും എന്താ സെയിം ആവണേ. ഓക്കെ, ഐസോമെറിസം. കൺസിഡർ 2 compounds CH3 CH2 CH2 OH, then CH3 CH CH3 OH. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ട് പേരെന്ന് പറഞ്ഞു. ഫസ്റ്റ് കോമ്പൗണ്ട് ഹയ പറഞ്ഞോ. ഹയ ഫസ്റ്റ് കോമ്പൗണ്ട് പേര് പറഞ്ഞു. പ്രൊപ്പനോൾ. ഇനി ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പനോൾ ഓർ പ്രൊപ്പാൻ 1 ഓൾ. ഇനി ഗൗരി സെക്കൻഡ് വണ്ണിന്റെ പേര് പറഞ്ഞു. പ്രൊപ്പാൻ 2 ഓൾ. രണ്ടുപേരുടെ പേര് ഡിഫറെന്റ് ആണ്, രണ്ടുപേരുടെ സ്ട്രക്ചർ ഒക്കെ ഡിഫറെന്റ് ആണ്. നോക്കിയ സ്ട്രക്ചറൽ ഫോർമുലയിൽ ഒന്നാമത്തെ കാർബണാറ്റത്തിലാണ് ഫസ്റ്റ് കോമ്പൗണ്ട് ബ്രാഞ്ച് വന്നേക്കുന്നത്. സെക്കൻഡ് കോമ്പൗണ്ടിൽ രണ്ടാമത്തെ കാർബണാറ്റത്തിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. അതാണ് നിങ്ങൾ പേരിൽ കാണുന്നത് 1ഉം 2ഉം. പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും ഉണ്ട്. അവരുടെ സ്ട്രക്ചർ ഒക്കെ ഡിഫറെന്റ് ആണ്, സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആണ്, അവരുടെ പേരും ഡിഫറെന്റ് ആണ്. രണ്ടുപേരുടെ മോളിക്കുലാർ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കണെങ്കിൽ. മോളിക്കുലാർ ഫോർമുല ഫസ്റ്റ് കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല പറഞ്ഞു തന്നു അബിൻ. ഫസ്റ്റ് കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ മറന്നുപോയോ? C3 H7 OS. ഇങ്ങനെ എഴുതാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ഹൈഡ്രജൻ കൊണ്ട് കൂട്ടി പറയുന്നതായിരിക്കും നല്ലത്. എഴുതി വെച്ച കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾ പ്രിഫറൻസ് ഇതിന് കൊടുക്കണം. C3 H8 O കൊടുക്കണം.
ഓക്കെ, ഇതിന്റെ എന്ത് വരും? റൈറ്റ് സൈഡിലുള്ളതിന്റെ അബ്ദുൽ അസീസ്, റൈറ്റ് സൈഡിലുള്ള കോമ്പൗണ്ട് എന്ത് വരും? C3 C8 ഓ കണ്ടോ? ഇതിൽ ഇവരെ രണ്ടുപേരുടെയും മോളിക്യുലർ ഫോർമുല സെയിം ആണ്. ഇതാണ് സെയിം ആണ് കേട്ടോ. ഐസോമെറിസത്തിൽ സെയിം ആവണ ഫാക്ടർ ഇതാണ്. സെയിം ആവണത് മോളിക്യുലർ ഫോർമുലയാണ്. നോക്കി, രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സിന്റെ മോളിക്യുലർ ഫോർമുല സെയിം ആണ്. ഇവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് പേര് ഐസോമേഴ്സ് ആണ്. നമ്മൾ പല ടൈപ്പ് ഐസോമേഴ്സ് 10th പഠിക്കുന്നുണ്ട്. പല ടൈപ്പ് ഐസോമേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 10th പഠിക്കുന്നത് 3 ടൈപ്പ് ഐസോമേഴ്സ് ആണ്. അതിൽ ഒരു ടൈപ്പ് ഐസോമർ ആണ് ഞാനിപ്പോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതെന്താന്ന് നോക്കാം. ഇത് നോക്കി, ഇതിലിപ്പോ എന്തിലെ വ്യത്യാസം വന്നിരിക്കുന്നത്? ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ഒറ്റ വേർഡ്സിൽ എന്ത് പറയും? പൊസിഷൻ. OHന്റെ പൊസിഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. OHന്റെ പൊസിഷൻ ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഫസ്റ്റ് നമ്പറിലായിരുന്നു, സെക്കൻഡ് കോമ്പൗണ്ടിൽ സെക്കൻഡ് നമ്പറിലേക്ക് മാറി. OH എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ പൊസിഷൻ മാറി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഐസോമേഴ്സിന്റെ പറയുന്ന പേരെന്താണെന്ന് അറിയോ? പൊസിഷൻ ഐസോമേഴ്സ് എന്നാണ്. പൊസിഷൻ മാറിയതുകൊണ്ട് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാട്ടെ. നമുക്ക് വേറൊരു കേസ്, CH3 CH2 CH2 CH3 CH3 CH CH3 CH3. ഫസ്റ്റ് കോമ്പൗണ്ട് പേര് പറഞ്ഞേ. അമാൻ, മുഹമ്മദ് അമാൻ. നെയിം കേട്ടില്ല? ബ്യൂട്ടൈൻ, സിംഗിൾ ബോണ്ട്, 4 കാർബൺ ആറ്റം, ബ്യൂട്ടൈൻ. സെക്കൻഡ് കോമ്പൗണ്ട് പേര് പറഞ്ഞു ഷെഹാൻ. ഇത് വരും 2-methyl propane. 2-methyl propane. രണ്ടുപേരുടെ മോളിക്യുലർ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. മോളിക്യുലർ ഫോർമുല സുഹൈലെ, ഫസ്റ്റ് കോമ്പൗണ്ട് മോളിക്യുലർ ഫോർമുല എത്രയാണ്? C4 H30. എണ്ണി നോക്ക് 3 + 2 + 2 + 3 10. C4H10. അബ്ദുൽ കരീം, സെക്കൻഡ് കോമ്പൗണ്ടിയോ മോളിക്യുലർ ഫോർമുല എന്ത് വരും? C4H10. കണ്ടോ, ഇവിടെയും സെയിം ആയി, ഇവിടെയും ഇയാള് സെയിം ആയി, മോളിക്യുലർ ഫോർമുല സെയിം ആയി. മോളിക്യുലർ ഫോർമുല, രണ്ട് കോമ്പൗണ്ട്സിന്റെ മോളിക്യുലർ ഫോർമുല സെയിം ആയി കഴിഞ്ഞാൽ ഇവരെന്തായാലും ഒരു ഐസോമർ ആയിരിക്കും, ഏതെങ്കിലും ഒരു ഐസോമർ ആയിരിക്കും. ഇതേ നമ്മൾ മുകളിൽ കണ്ടത്. ഇവര് പൊസിഷൻ ഐസോമർ ആണ്. സിമിലർലി ഇവരെ രണ്ടുപേരുടെയും മോളിക്യുലർ ഫോർമുല സെയിം ആണ്. അതുകൊണ്ട് ഇവർ ഏതെങ്കിലും ഒരു ടൈപ്പ് ഐസോമർ ആയിരിക്കും. ഇനി നിങ്ങൾ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു, ഈ രണ്ട് കോമ്പൗണ്ട്സ് തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ എന്താണ് വ്യത്യാസം പറയുന്നത്? ഞാൻ ചോദിക്കാനുള്ള പറഞ്ഞാൽ മതി. ബിലാലെ, ശരിയായോ? മൈക്ക് ശരിയായോ? ബിലാൽ, എന്താ വ്യത്യാസം? ഇല്ല. അബ്ദുൽ സലാം, അബ്ദുൽ സലാം, എന്താ വ്യത്യാസം ഈ രണ്ട് കോമ്പൗണ്ട്സ് തമ്മിൽ? ആദ്യത്തേല് അത് മെയിൻ ചെയിനാ, ഇതില് ബ്രാഞ്ചാ. ആദ്യത്തേല് മെയിൻ ചെയിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. രണ്ടാമത്തേല് മെയിൻ ചെയിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. ഇതൊരു വ്യത്യാസമല്ലേ? അല്ലെ? സിമിലാരിറ്റി, ഇതൊരു വ്യത്യാസമല്ലേ? ഡിഫറൻസ് അല്ലേ? ഇതാണ് കേട്ടോ. ഇതിലപ്പോ നോക്കിക്കേ, ഫസ്റ്റ് വണ്ണിലെ മെയിൻ ചെയില് 4 കാർബൺ ആറ്റം, മെയിൻ ചെയിനിൽ 4 കാർബൺ ആറ്റം, സെക്കൻഡ് വണ്ണില് മെയിൻ ചെയില് 3 കാർബൺ ആറ്റം. അതുകൊണ്ട് നമ്മൾ ഈ രണ്ടുപേരെയും ഈ ഒരു ഐസോമെറിക് പെയറിനെ നമ്മൾ, പെയർ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് കേട്ടോ, ഈ രണ്ടുപേരെ നമ്മൾ വിളിക്കുന്നത് ചെയിൻ ഐസോമർ എന്നാണ്. ചെയിൻ ഐസോമർ എന്ന് വിളിക്കാൻ കാര്യം അവരുടെ ചെയിനിൽ വ്യത്യാസം വന്നു, മെയിൻ ചെയിലുള്ള കാർബൺ ആറ്റത്തിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ചെയിൻ ഐസോമർ എന്ന് വിളിക്കും. വേറൊരു കോമ്പൗണ്ട്, വേറെ 2 കോമ്പൗണ്ട്സ്.
CH3, CH2, CH2, OH. രണ്ട് കോമ്പൗണ്ട് ആണ്. CH3, CH2, O, CH3. ഫസ്റ്റ് കോമ്പൗണ്ട് പേര് ഓൾറെഡി കണ്ടതാണ്, പ്രൊപ്പാൻ 1-ol. പ്രൊപ്പാൻ 1-ol. സെക്കൻഡ് കോമ്പൗണ്ട് പേര് ബിച്ചാറേ, സെക്കൻഡ് കോമ്പൗണ്ട് പേര് പ്രൊപ്പാൻ 2-ol. ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നേക്കണത്? OH ആണോ? അല്ല. ആ, അപ്പൊ എന്തുവരും പേര്? അബിൻ പറഞ്ഞോ. സാർ മെത്തോക്സി ഈഥൈൻ ആണോ? മെത്തോക്സി ഈഥൈൻ. ശരിയാണോ അത്? അതെ, മെത്തോക്സി ഈഥൈൻ ആണ് കേട്ടോ. നമ്മൾ പഠിച്ച റൂൾസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ആറ്റംസ് നോക്കണം. ഇത് ഒരു 2 ചെയിൻസ് ആണ്. അതിൽ ലോങ് ചെയിൻ ഇതാണ്, ഷോർട്ട് ചെയിൻ ഇതാണ്. ഷോർട്ട് ചെയിനിൽ 1 കാർബൺ ആറ്റം, ലോങ് ചെയിനിൽ 2 കാർബൺ ആറ്റം. ഷോർട്ട് ചെയിനിന്റെ പേരാണ് ആദ്യം എഴുതുന്നത്. 1 കാർബൺ ആറ്റത്തിന്റെ വേർഡ് റൂട്ട് മീത്ത്, അതിനായിട്ട് ഓക്സി ഇടും. ഞാൻ 2 കാർബൺ ആറ്റം ലോങ് ചെയിനിന്റെ വേർഡ് റൂട്ട് ഈത്ത് എന്നാണ്. സിംഗിൾ ബോണ്ട് ANE, ഈഥൈൻ ഇടും. മെത്തോക്സി ഈഥൈൻ. രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച്. മോളിക്കുലർ ഫോർമുല പ്രൂഫ് ചെയ്ത ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എത്ര? C3 H7 OH. അങ്ങനെ പറയണ്ട. C3H8O എന്ന് പറഞ്ഞു. C3H8O അല്ലേ? C3H8O ഒന്നും അല്ല പറയേണ്ടത്. പ്രൂഫ് ചെയ്ത നെക്സ്റ്റ് വണ്ടിയും പറഞ്ഞു. സെക്കൻഡ് വണ്ടിന്റെ C3H8O കണ്ടോ? രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആയി. അപ്പൊ ഇവര് ഒരു ഐസോമർ ആണ്. ഏതൊരു ഐസോമർ ആണ്. ഇനി ഏത് ഐസോമർ ആണെന്ന് കണ്ടുപിടിക്കണം. രണ്ടുപേരിലും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഡിഫറൻസ് എന്താ? എന്ത് ഡിഫറൻസാ കാണുന്നത്? അഫിയ, എന്ത് ഡിഫറൻസ് കാണുന്നത് രണ്ടുപേരിലും? നോക്കുമ്പോ എന്ത് ഡിഫറൻസ് കാണുന്നത്? സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണോ? അതാണോ പറഞ്ഞത്? അതപ്പോ എന്താ വ്യത്യാസമായത്? 2 കോമ്പൗണ്ട്സ്. അഫിയ, എന്തോ ഒരു എറർ ആണോ? കേൾക്കണല്ലോ. ഇപ്പൊ കേൾക്കാം. ഡിസ്റ്റർബൻസ് ആണെന്നാലും സൗണ്ടിൽ. എലിസബത്ത് പറഞ്ഞോ. അത് ശരിയാക്കണം കേട്ടോ അഫിയ. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് നോക്കി. ഫസ്റ്റ് കോമ്പൗണ്ടില് ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. സെക്കൻഡ് കോമ്പൗണ്ടിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് OR. ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഇതുകൊണ്ട് നമ്മൾ ഇവരെ എന്താ വിളിക്കണമെന്ന് അറിയോ? ഫങ്ഷണൽ ഐസോമർ എന്ന് വിളിക്കും. ഫങ്ഷണൽ ഐസോമർ എന്ന് വിളിക്കും. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 കോമ്പൗണ്ട്സിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയി കഴിഞ്ഞാൽ അവരൊരു ഐസോമർ ആയിരിക്കും. പല ടൈപ്പ് ഐസോമേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 3 പഠിക്കാനുണ്ട് 10th തന്നെ. അതിൽ ഒന്നാമത്തേതാണ് ഫങ്ഷണൽ ഐസോമർ, രണ്ടാമത്തേത് ചെയിൻ ഐസോമർ, പിന്നെ മൂന്നാമത്തേത് പൊസിഷൻ ഐസോമർ. പൊസിഷനിലെ വ്യത്യാസം വന്നതുകൊണ്ട് പൊസിഷൻ ഐസോമർ. 3 ഐസോമേഴ്സ്. ഇനി ഒരു കേസും കൂടി ഉണ്ട്. ഇവരൊക്കെ ഐസോമർ ആണെന്ന് പറഞ്ഞല്ലോ. 3 ഡിഫറെന്റ് ടൈപ്പ് ഐസോമേഴ്സ് ഉണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫിനോമിനൻ പറയുന്ന പേരാണ്, ഇങ്ങനെ കാണിക്കുന്ന ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഐസോമെറിസം. ഈ ഒരു ഫിനോമിനൻ, ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫിനോമിനൻ പറയുന്ന പേര് ഐസോമെറിസം എന്നാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ 2 കോമ്പൗണ്ട്സ്, ഒരു കാര്യം കൂടി, ഈ 2 കോമ്പൗണ്ട്സ്, ഈ രണ്ടുപേരുടെ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും? പ്രോപ്പർട്ടീസ്, ഒന്ന് ആൽക്കഹോൾ ആണ്, ഒരെണ്ണം OH ആൽക്കഹോൾ ആണ്, ഒരെണ്ണം
O എന്ന ഗ്രൂപ്പാണ്. പ്രോപ്പർട്ടി സെയിം ആയിരിക്കോ? യെസ് ഓർ നോ? സെയിം ആയിരിക്കോ? നോ സർ. നോ അല്ല. ഇനി അതിന്റെ ഡെഫിനേഷനിലൂടെ നമുക്ക് വരാം. ഐസോമേഴ്സിന്റെ ഡെഫിനേഷൻ എന്താണെന്നറിയോ? കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും വ്യത്യാസമായിരിക്കും രണ്ട് കോമ്പൗണ്ട്സിന്റെ. ഇതാണ് ഐസോമേഴ്സ്. ഇത് ഫിനോമിനൻ ആണ് ഐസോമേഴ്സ്. സംശയം ചോദിച്ചോ? സർ ചെയിൻ ഐസോമേഴ്സ് ഒന്നോട് പറഞ്ഞുതരോ? നമുക്ക് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പില് ഹാലോ ഗ്രൂപ്പ് എടുത്തേ. ഹാലോ അവിടെ മുതൽ നോക്കാനുണ്ട്. ഹാലോ ഗ്രൂപ്പ് പെട്ടെന്ന് വായിച്ചു നോക്കൂ കേട്ടോ, പെട്ടെന്ന് വായിച്ചു നോക്കൂ. ഹാലോ ഗ്രൂപ്പ് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്ലൂറോ എഫ്, ക്ലോറോ Cl, ബ്രോമോ Br, അയോഡോ I are called halo compounds. ഇവരെ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. The method of giving IUPAC name to these compounds is given below. താഴെ പറഞ്ഞിട്ടുണ്ട്, റൂൾസ് പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ഹാലോ ഗ്രൂപ്പ്, ഒരു ഹൈഫൺ കാണിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ്, ഹൈഫൺ ഇടേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അറിയാലോ. നമ്പറും ആൽഫബറ്റും വന്നാൽ ഹൈഫൺ ഇട്ടോണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ റൂളിൽ ഉൾപ്പെടുത്തണമെന്നില്ല. നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് പ്ലസ് നെയിം ഓഫ് ആൽക്കെയിൻ, വേർഡ് റൂട്ട് പ്ലസ് അഫിക്സ്. അടുത്തത് അവിടെ രണ്ട് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, നോക്കി ജസ്റ്റ് ഒന്ന്. CH3 CH2 CH2 Cl. സോ അതിന്റെ കോമ്പൗണ്ട് പേര് 1-chloro-propane. സെക്കൻഡ് വണ് CH3 CH2 C CH3. അതിൽ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ റൈറ്റിൽ നിന്ന് രണ്ടാമത്തെ കാർബണാറ്റത്തിൽ രണ്ട് സൈഡിലേക്ക് Cl വന്നിട്ടുണ്ട്. അപ്പൊ 2,2-dichloro-butane. കണ്ടതാണ് കേട്ടോ ഇതൊക്കെ എല്ലാം. ആൽക്കോക്സി ഗ്രൂപ്പ് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ഡിനോട്ടഡ് ബൈ OR. ഇനി ആൽക്കോക്സി ഗ്രൂപ്പിന് വേറൊരു പേരുണ്ട്, ആ പേരാണ് ഈത്തേഴ്സ്. അതൊന്ന് റൈറ്റ് സൈഡിൽ എഴുതി വെച്ചോ കേട്ടോ, ഹെഡിങ്ങിന്റെ റൈറ്റ് സൈഡിൽ തന്നെ എഴുതി വെച്ചോ. ഈത്തേഴ്സ്, ETHER, യെസ് ഈത്തേഴ്സ്. ഇവര് ഈത്തേഴ്സ് എന്ന് പറയുന്നത്. ഈത്തേഴ്സ് ആർ കോമ്പൗണ്ട് വിത്ത് ആൽക്കോക്സി ഗ്രൂപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. then അവരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ, പെട്ടെന്ന് വായിച്ചു നോക്കൂ. CH3 CH2 O CH2 CH3. രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് കാർബണാറ്റുള്ള ചെയിൻസ് ആണ്. രണ്ട് കാർബണാറ്റുള്ള ചെയിൻസ് ആണ് രണ്ട് സൈഡിലും. അപ്പൊ ഇതിൽ ഷോർട്ട് ചെയിനും ലോങ് ചെയിനും ഒന്നും ഇല്ല. മനസ്സിലാവില്ലേ പറയണത്? രണ്ട് കാർബൺ വേർഡ് റൂട്ട് ഈത്ത് എന്ന് വരും. ഈത്ത് ഓക്സി, ഈത്ത് എനി, ഈത്തേൻ. then അടുത്ത കോമ്പൗണ്ട് CH3O CH2 CH3. ഇതിൽ നമ്മൾ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷെഹാൻ ഇവിടെ പുറത്തല്ല, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ CH3O CH2 CH3. രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഷോർട്ട് ചെയിനും ഉണ്ട് ലോങ് ചെയിനും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ഷോർട്ട് ചെയിൻ ആണ്. ഷോർട്ട് ചെയിനിൽ ഒരു കാർബണാറ്റം, ലോങ് ചെയിനിൽ രണ്ട് കാർബണാറ്റം. ഷോർട്ട് ചെയിന്റെ പേര് ആദ്യം എഴുതണം. 1 കാർബണാറ്റം മീത്ത് എന്ന് വരും, ഓക്സിന്ന് എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ വേറെ എവിടെയല്ല, ടെക്സ്റ്റ് ബുക്കിൽ പറയണത് രണ്ട് കാർബണാറ്റം ഈത്ത് എനി, methoxy ethane. That is ethers. Ethers are named as alkoxy alkane. Ethers ne വിളിക്കുന്നത് alkoxy alkane ആണ്. Then അത് താഴെ അതിന്റെ റൂൾ പറഞ്ഞിട്ടുണ്ട്. റൂളായിട്ട് പറഞ്ഞേക്കുന്നത് here among the alkyl radicals on either side of the O group, the longest alkyl group is given as alkane and other as alkoxy group. നമ്മൾ അത് റൂളായിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ടേബിൾ 6.8 ആണോ 6.6 ആണോ? ടേബിൾ 6.6 ആണോ 6.8 ആണോ? അത് 6.8. അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അത് ഇപ്പൊ ചെയ്യണ്ട, ഇനിയിപ്പോ സമയം കഴിഞ്ഞില്ലേ. ലീവ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ തരാനുണ്ട്. നാളത്തെ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ആണ്, ഈവനിങ് അല്ല കേട്ടോ. ഈവനിങ് വന്നിട്ട് കാര്യമില്ല, മോർണിംഗ് തന്നെ ക്ലാസ് കഴിയും. ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഈ ചാപ്റ്ററിന്റെ. അപ്പൊ എന്തായാലും പങ്കെടുക്കണം കേട്ടോ. അതിൽ ലീവ് എടുക്കരുത്. മോർണിംഗ് ആന്ന് പറഞ്ഞ് കയറാൻ 6:15 6:15 മുതൽ മോർണിംഗ് 6:15 to 7:45 1.5 hours. ഓക്കെ, ലീവ് ചെയ്യരുത് കേട്ടോ.
ലീവ് ചെയ്യണവരെ പിടിക്കുമെന്ന് അവിടെ പറയണത്. ഓക്കെ, ഞാൻ ലീവ് ചെയ്യുവാണ്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ആരും ക്യാമറ ഓഫ് ചെയ്യരുത് കേട്ടോ. മുഹമ്മദ് റിഹാൻ, ഇമീൻ ഷാജി, ക്യാമറ ഓൺ ആക്കി.